പലിശ നൽകാം എന്ന് പറഞ്ഞാണ് പണം പിരിച്ചത്. താമര പർണശാല എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരു വസിച്ച ആ യഥാർത്ഥ പർണശാല, ആ പർണശാലയെ സംരക്ഷിക്കാൻ ഒരു കവചം, ആവരണ സൗധം വേണം. എക്കാലത്തും സ്മരണാഞ്ജലി പോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പർണശാല. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവരണ സൗധം പണിതത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ആവരണ സൗധം ഈ പർണശാല, അടിയിൽ ഗുരുവിൻ്റെ പർണശാലയും ഇവർ പൊളിച്ചു കളഞ്ഞ് ഗുരു വസിച്ചതും ഗുരു സ്പർശിച്ചതും ഗുരു ചവിട്ടിയ മണ്ണ്, ഗുരുവിൻ്റെ ആ ശരീരം, ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് അതുവരെ മൊത്തം എടുത്ത് മാറ്റിക്കളഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് ആ ഒരു സൗധം പണിയാൻ വേണ്ടി 12 വർഷം കൊണ്ട് പിരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഇവരെന്ത് ചെയ്ത്, ഗുരു ഒരിക്കലും ആഗ്രഹിക്കാത്ത ഗുരുവിൻ്റെ ഒരു പ്രതിമ, സ്വർണ്ണ പ്രതിമ നിർമ്മിക്കണമെന്ന് പറഞ്ഞ് പരമ്പരയിൽ നിന്ന് സ്വർണ്ണ സമാഹരണം നടത്തി. കിലോ കണക്കിന് സ്വർണ്ണമാണ് അതിനൂടെ കിട്ടിയത്, കിലോ കണക്കിന് സ്വർണ്ണം. അപ്പോൾ അന്ന് വരെ എന്ന് പറഞ്ഞാൽ ശാന്തിരാശ്രമത്തിൽ ഗുരുദേഹവിയോഗം ചെയ്യുമ്പോൾ 250 കിലോത്തിൽ പുറത്ത് സ്വർണം അവിടെ ഉണ്ട്. രത്നങ്ങളുണ്ട്, വൈരങ്ങളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്, മാണിക്യക്കല്ല്, അങ്ങനെ ഒരുപാട് അമൂല്യ നിധികളുണ്ട്. അതിൽ നിന്നെടുത്തിട്ടാണ് ഗുരുവിൻ്റെ സ്വർണ്ണപാദകവും ഒക്കെ രത്നങ്ങളൊക്കെ അലങ്കൃതമാക്കിയത്. മനസ്സിലായി? ഗുരു പാദസ്പർശനം ഏൽപ്പിച്ചിട്ട് പരമ്പരയ്ക്ക് എക്കാലത്തും അത് നമസ്കരിക്കാൻ കൊടുത്ത ഒരു കാര്യമാണ് ഈ സ്വർണ്ണപാദകവും തൃക്കരങ്ങളും, സ്വർണത്തിൻ്റെ തന്നെ. അത് ഗുരുവിൻ്റെ ഗുരുശരീരത്തോട് ഇരുന്ന് 1999 മാർച്ച് 1-ാം തീയതി സഹകരണ മന്ദിര സമർപ്പണത്തിലാണ് ഗുരു അത് പാദസ്പർശനം ഏൽപ്പിച്ചിട്ട് പരമ്പരയ്ക്ക് അത് എക്കാലത്തും എല്ലാവർക്കും നമസ്കരിക്കാനായിട്ട് കൊടുത്തു. അതില്ല, അതെല്ലാം എന്താ പറയുക, ഈ പറയുന്ന ഈ കളിയാക്കിയ ആൾ, അയാളിപ്പോൾ ശാന്തിരാശ്രമത്തിൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് ഇവർ അതിൻ്റെ ഒരുപാട് പൈസകൾ സമാഹരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് സമർപ്പണം, വീടുകൾ, സ്ഥലങ്ങൾ, സ്വർണം, ഇങ്ങനെയൊക്കെ ഡെയിലി കളക്ഷനായിട്ടും വരുവാണ്. തട്ടസമർപ്പണം എന്ന് പറഞ്ഞ് അമൃതാജന്യം എന്ന് പറയുന്ന അവരെ കാണാൻ വരുമ്പോൾ ഗുരുവിൻ്റെ ആയിരുന്ന തട്ടസമർപ്പണം അത് മാറി. പിന്നെ ഇവരെ കാണാൻ വരുമ്പോൾ ഒരു മാസം 3.5 കോടി രൂപയോളം കിട്ടുമായിരുന്നു. അത് നിലച്ചതെന്ന് പറഞ്ഞാൽ കൊറോണ ബാധിച്ചൊരു സമയത്താണ്. അപ്പം ഈ പണം, ഈ ആവരണ സൗധം കിട്ടി, താമരപ്പർണശാല എന്നുള്ള കിട്ടിയപ്പോൾ അതിൽ നിന്നൂടെ കിട്ടിയ പണവും ഈ സ്വർണവും എല്ലാം കൊണ്ട് ഇവർ ഒരുപാട് കോടിക്കണക്കിന് അടിച്ചു മാറ്റി ഇതിൽ നിന്ന്, പ്രസ്ഥാനത്തിൽ നിന്ന്.